യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൻ്റെ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ബാങ്ക് എക്സാംസിൻ്റെ സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യാം. വെൽക്കം ടു എഡ്യൂ ഗാനറ്റ്. ഞാൻ കലാദീപക്. ഈ എക്സാമിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ വരുന്നത് ജാനുവരി 6 ആണ്. പക്ഷേ ഓർക്കുക, ഡിസംബർ ലാസ്റ്റിനുള്ളിൽ അപ്ലൈ ചെയ്ത് തീർക്കുക താല്പര്യമുള്ളവർ. കാര്യം എപ്പോഴും ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കേസിൽ നിങ്ങൾക്കറിയാമല്ലോ, സൈറ്റ് ബിസി ആവും. അപ്പോൾ ലാസ്റ്റ് ഡേയ്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ വളരെയേറെ ബുദ്ധിമുട്ടും. അതുകൊണ്ട് ജനുവരി 6 ആണ് ലാസ്റ്റ് ഡേറ്റ് എങ്കിൽ പോലും മനസ്സിൽ ഡിസംബർ 31 ആണെന്നാണ് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുള്ളിൽ അപ്ലൈ ചെയ്ത് തീർക്കുക. അപ്ലൈ ചെയ്യേണ്ട ഡയറക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ സൗകര്യമായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ട സൈറ്റിലേക്ക് പോകും. ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവർക്കാണ്. പെർസെൻറ്റേജ് പ്രശ്നമല്ല, ഗ്രാജുവേറ്റ് ആയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഡേറ്റ് സെപ്റ്റംബർ 30. ഈ വർഷം സെപ്റ്റംബർ 30-നുള്ളിൽ ഡിഗ്രിയുടെ റിസൾട്ടൊക്കെ വന്ന് പാസ്സായിട്ടുള്ളവർക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. പിന്നെ നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണോ ചൂസ് ചെയ്യുന്നത്, അതായത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളോടൊരു ഓപ്ഷൻ ചോദിക്കും, നമുക്ക് ഏത് സ്റ്റേറ്റ് ആണ് ജോബ് പ്രിഫറൻസ് ഉള്ളതെന്ന്. അപ്പോൾ നമ്മൾ ഏത് സ്റ്റേറ്റ് ആണോ ചൂസ് ചെയ്യുന്നത് അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അതായത് കേരളയാണെങ്കിൽ മലയാളം, തമിഴ്നാടാണെങ്കിൽ തമിഴ്, അങ്ങനെ അത് റീഡ് റൈറ്റ് സ്പീക്ക് അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ ലാംഗ്വേജ് പ്രൊഫഷൻസി അത്യാവശ്യമാണ്. പിന്നെ ഏജ് വരുന്നത്, ഏജിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. 30 വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്ക് പറ്റും. സാധാരണഗതിയിൽ ക്ലറിക്കൽ പോസ്റ്റ് ജനറൽ കാറ്റഗറിക്ക് 28 വയസ്സ് വരെ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിലവർ 30 വയസ്സ് വരെ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് OBCക്ക് 3 വർഷവും SC/STക്ക് 5 വർഷവും ഒക്കെ റിലാക്സേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഏജാണ് വരുന്നത്. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു ലീഡിംഗ് പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ്, ഹോൾലി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. പിന്നെ ഇതിൻ്റെ എക്സാം പാറ്റേൺ വരുന്നതാണെങ്കിലും ഒരൊറ്റ എക്സാമേ ഉള്ളൂ. യൂഷ്വലി ബാങ്ക് എക്സാംസിന് അറിയാലോ, പ്രിലിംസ് മെയിൻസ് 2 ലെവലൊക്കെ കാണും. പക്ഷേ ഇതൊറ്റ പരീക്ഷ ഉള്ളൂ. നമ്മുടെ ഓൺലൈൻ എക്സാമാണ്, നമ്മൾ കമ്പ്യൂട്ടറിലാണ് ചെയ്യേണ്ടത്. എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ അടുത്ത് ചോദിക്കും എക്സാം സെൻറ്റർ എവിടെയാണ് നിങ്ങൾക്ക് പ്രിഫറൻസ് ഉള്ളതെന്ന്. കേരളത്തിലെ ഒട്ടുമിക്ക ഡിസ്ട്രിക്ട്സിലെല്ലാം തന്നെ എക്സാം സെൻറ്റർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് ഡിസ്ട്രിക്റ്റ് ആണോ പ്രിഫറബിൾ ആവുന്നത് അവിടെ ചൂസ് ചെയ്ത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുക. അതിനുശേഷം എക്സാമിന് മുൻപായിട്ട് ഹോൾ ടിക്കറ്റ് വരും. അപ്പോൾ ഹോൾ ടിക്കറ്റിനകത്ത് കാണും നമ്മൾ ആ ചൂസ് ചെയ്ത് കൊടുത്ത ആ ഒരു ഡിസ്ട്രിക്റ്റിൽ എവിടെ വെച്ചാണ്, എപ്പോഴാണ്, എത്ര മണിക്കാണ് നമ്മുടെ എക്സാം വരുന്നതെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഹോൾ ടിക്കറ്റിൽ കാണും. ആ എക്സാം സെൻറ്ററിൽ പോയിട്ടാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. പരീക്ഷ ഓൺലൈനാണ്, ഒബ്ജക്റ്റീവ് മോഡലാണ്. ഒരു ക്വസ്റ്റ്യൻ, അതിന് തുടർന്ന് ഓപ്ഷൻസ് കാണും. കറക്റ്റ് ആയിട്ടുള്ളതിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. കറക്റ്റ് ആണെങ്കിൽ 1 മാർക്ക് കിട്ടും, തെറ്റിയാൽ നെഗറ്റീവ് മാർക്സ് 0.25 മാർക്സ് കുറയും. സോൾവ് ചെയ്യാനുള്ള റഫ് പേപ്പറൊക്കെ എക്സാം സെൻറ്ററിൽ പ്രൊവൈഡ് ചെയ്യും. അതിനകത്ത് ഒറ്റ ലെവൽ എക്സാമേ ഉള്ളൂ. അതിൽ റീസണിങ്ങും, മാത്സ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, നമ്മുടെ GA, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, ഇങ്ങനെ 5 വിഷയങ്ങൾ ചേർന്ന ഒരു ഒറ്റ എക്സാമാണ്. മൊത്തം 2 hours ആണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിന് പുറമേ ഉള്ളത് ഈ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് മാത്രമാണ്. നമ്മൾ ഏത് സ്റ്റേറ്റിലേക്ക് ചൂസ് ചെയ്യുന്നു അവിടുത്തെ ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യും എന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ. 300 പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക്. ഇനി ക്ലറിക്കൽ ലെവൽ ആയതുകൊണ്ട് തന്നെ ജോയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ 6 months പ്രൊബേഷണറി പീരീഡ് ആണ്. നമ്മളെ ജോബ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ബാങ്ക് തന്നെയാണ് പഠിപ്പിച്ചു തരുന്നത്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ബാങ്കിലും നമ്മൾ ക്ലറിക്കൽ പോസ്റ്റിലേക്ക് പോകുമ്പോൾ 6 മാസം പ്രൊബേഷണറി പീരീഡ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയിലെയും അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് നമ്മൾ സെലക്ട് ആവുകയാണെങ്കിൽ 6 മാസം നമുക്ക് ട്രെയിനിങ് പീരീഡ് ആണ്. സ്റ്റേറ്റ് വൈസ്, കാറ്റഗറി വൈസ് ഉള്ള വേക്കൻസീസിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നോട്ടിഫിക്കേഷൻ ആദ്യത്തെ 2 പേജുകളിൽ തന്നെ, അതുപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എത്രയാണ് എന്നൊക്കെ ഉള്ളത് ആദ്യത്തെ 2 പേജുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ വളരെ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. നമ്മളെവിടെയെങ്കിലും പോയി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോലും വളരെ കെയർഫുൾ ആയിരിക്കണം എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസിൽ. പേരൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ അഡ്മിറ്റ് കാർഡ്സിലൊക്കെ, അതായത് നമ്മുടെ ID പ്രൂഫ്സിൽ, ലൈക്ക് നമ്മുടെ ആധാർ അല്ലെങ്കിൽ വോട്ടേഴ്സ് ID അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, നമ്മൾ ഏത് ID പ്രൂഫാണോ പ്രിഫർ ചെയ്യുന്നത് ആ ID പ്രൂഫിൽ നമ്മുടെ പേര് എങ്ങനെയാണ് ഒഫീഷ്യലി വരുന്നത് അതുപോലെ തന്നെ വേണം പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴും പേര് കൊടുക്കാൻ. മറ്റു ഡീറ്റെയിൽസും എല്ലാം കൃത്യമായിട്ട് കൊടുക്കണം. നമ്മുടെ മെയിൽ ID, ഫോൺ നമ്പറൊക്കെ വാലിഡ് ആയിട്ടുള്ളത് വേണം കൊടുക്കാൻ. എക്സാം സെൻറ്റർ കൃത്യമായിട്ട് ചൂസ് ചെയ്യുക. പിന്നീട് ഇതിലൊന്നും മാറ്റം വരുത്താൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്ക് 4 കാര്യങ്ങളാണ് ഏതൊരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നമ്മുടെ സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, പിന്നെ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എങ്ങനെ എഴുതണമെന്ന് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കും. അതുപോലെ നിങ്ങളൊരു പേപ്പറിലോട്ട് അങ്ങ് എഴുതിയാൽ മതി. അതുപോലെ തന്നെ ഫോട്ടോ, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഒക്കെ നോട്ടിഫിക്കേഷൻ പേജ് നമ്പർ 17, 18 അവർ കൊടുത്തിട്ടുണ്ട്. ഏത് സൈസിലാണ് നമ്മൾ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് ആ സൈസിലാക്കിയിട്ട് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുക.
സിഗ്നേച്ചറും തമ്പ് ഇംപ്രഷനും ഒക്കെ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തിയേക്കണം. അതുകൊണ്ടാണ് അവർ ബ്ലാക്ക് ഇങ്കിൽ ചെയ്യാനൊക്കെ പറയുന്നത്. ബ്ലാക്ക് ആയാലും ബ്ലൂ ആയാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ബട്ട് ക്ലാരിറ്റി നമ്മളെപ്പോഴും ഉറപ്പുവരുത്തണം നമ്മൾ എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ. ഈ 4 കാര്യങ്ങൾ മാത്രം നമുക്ക് അപ്ലോഡ് ചെയ്താൽ മതി. ഇത്രയുമാണ് ഈ നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 1000 രൂപയാണ്. SC/ST അതേപോലെ തന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി അവർക്ക് 250 റുപ്പീസ് പ്ലസ് GST. മറ്റ് കാറ്റഗറിക്കാർക്ക് 1000 റുപ്പീസ് പ്ലസ് GST ആണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഡേ വരെ വെയിറ്റ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാര്യം സൈറ്റ് ബിസി ആവും. ചിലപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിരിക്കും, എന്നാലും എറർ കാണിച്ചെന്നിരിക്കും. ചിലപ്പോൾ സൈറ്റിലേക്ക് കയറാൻ തന്നെ ബുദ്ധിമുട്ട് വന്നെന്നിരിക്കും. ബിക്കോസ് ഇതെല്ലാം നാഷണൽ ലെവൽ എക്സാം ആണല്ലോ. ഇന്ത്യയിലെ ഫുൾ കുട്ടികൾ ഇതേ സെയിം സൈറ്റിലൂടെ കയറി അപ്ലൈ ചെയ്യുമ്പോൾ നാച്ചുറലി അത്തരത്തിലുള്ളൊരു ഇഷ്യൂ വരും. അപ്പോൾ ഇച്ചിരി നല്ല ഹൈ നെറ്റ് സ്പീഡ് ഒക്കെ ഉള്ളിടത്തുനിന്ന് ചെയ്യുക. അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ച് സമാധാനത്തെ വേണം നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും തെറ്റിപ്പോത്തില്ല. അതുപോലെ തന്നെ ഏത് എക്സാമിനും അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അറ്റ് ദി എൻഡ് അവർ ആപ്ലിക്കേഷൻ മൊത്തത്തിൽ നമ്മളെ കാണിക്കും. അതായത് നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് കാണിക്കും. അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചാൽ വളരെ നല്ലതായിരിക്കും. ഇത്രയുമാണ് ഈ നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ. താങ്ക്